ഹായ് എസ്.എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷനിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സൈനുകളുണ്ട്. ഇതെന്തൊക്കെയാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒട്ടുമിക്ക ആളുകളും റിലേഷൻഷിപ്പിൽ പറ്റിക്കപ്പെടാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് നമ്മളുടെ കണ്ണിൽ അവരെപ്പോഴും നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഒരു പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണല്ലോ, അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വളരെ വലിയ കാര്യങ്ങളായിട്ട് തോന്നും. അവർ നമ്മളോട് കുഞ്ഞതായിട്ട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹം ഉണ്ടെന്ന് തോന്നും. അപ്പം അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അതിന് ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. പലരും വിചാരിക്കേണ്ടാവും ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ കണ്ടിട്ട് ഇപ്പം എന്താ കാര്യം എന്നുള്ളതൊക്കെ. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിക്കുക, നമ്മുടെ ലൈഫാണ്. ഇപ്പം നമ്മൾ കാണുന്ന എല്ലാവരും ഒരേപോലെ ഉള്ളവരാവണമെന്നില്ല. കുറേ പേര് നമ്മളോട് ആത്മാർത്ഥമായി നിൽക്കുന്നവരുണ്ട്, കുറേ പേര് ആത്മാർത്ഥത ഇല്ലാതെ നമ്മളോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന പോലെ അഭിനയിക്കുന്നവരുണ്ട്. സോ എല്ലാ ആളുകളെയും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഫേക്ക് ലവ് എന്താണ്, ശരിക്കുമുള്ള ജെന്യുയിനായിട്ടുള്ള ലവ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷന്മാരിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സൈനുകളാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കണ്ണടച്ച് വിശ്വസിക്കാം, അവർ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അവർ നിങ്ങൾ ഒരിക്കലും വിട്ടിട്ട് പോകാൻ സാധ്യതയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ ആത്മാർത്ഥതയുള്ള ആളുകളിൽ കാണാൻ കഴിയുന്ന സൈനുകളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ള സമയത്തൊക്കെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് ഇരിക്കുക എന്നുള്ളതല്ല. ഒരു ഫിസിക്കൽ പ്രസൻസ് എന്നതിനേക്കാൾ ഉപരി ഇമോഷണലി അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മാനസികമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോൾ ദൂരെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം, പക്ഷേ നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളായിരിക്കും. നമ്മളുടെ ആ ഒരു വിഷമത്തിൽ കൂടെ ചേർന്ന് നമുക്ക് ആ ഒരു സമാധാനം തരാനായിട്ട് ശ്രമിക്കുന്ന ആളുകളായിരിക്കും. ഇത്തരത്തിൽ ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എന്നുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ള ഓരോ ദിവസവും അവരെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക, അതിന് ഉറപ്പായിട്ടും ആ ഒരു സെലിബ്രേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സന്തോഷമുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ആ സന്തോഷമുള്ള മൊമെൻറ്റ് അവർ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് സന്തോഷമുള്ള, നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യമുള്ള ഓരോ ദിവസവും ആ ഓരോ നിമിഷവും അവർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അതിന് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളത്. ബിക്കോസ് നിങ്ങളുടെ സന്തോഷം കാണണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് അവരെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ അതിനൊരു വിഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളോട് ശരിക്കും അവർക്ക് സ്നേഹം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വിഷ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വളരെ ലേറ്റായിട്ട് വിഷ് ചെയ്യാന്നുള്ളതൊന്നല്ല, വളരെ നേരത്തെ തന്നെ ചിലപ്പോൾ അവർ നിങ്ങളെ വിഷ് ചെയ്യുന്നുണ്ടാവും. അതായത് അവർ ഓർത്ത് വെച്ചിട്ട് നിങ്ങളെ വിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിക്കും ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മളുടെ കൂടെ ഇരിക്കാൻ എങ്ങനെയാണ്, വരുന്നുണ്ടോ, അതായത് നമ്മളൊന്ന് കാണണമെന്ന് പറയുന്നത് വിളിക്കുന്ന സമയത്ത് വരുന്നുണ്ടോ, നമ്മളൊന്ന് ഫോൺ വിളിക്കുന്ന സമയത്ത് എടുത്ത് സംസാരിക്കുന്നുണ്ടോ, മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ തരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സംസാരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്, ഇത് ഇനി എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടോ. അതല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ട് പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പ്രണയത്തിലൊക്കെ ആകുമ്പോൾ വിളിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും സ്ഥിരം പറയുന്ന ഡയലോഗുകൾ പിന്നെന്താ, ഇനി എന്താ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അത് അടുത്ത ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതാണ്. നേരെ മറിച്ച് ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇനി എന്താണെന്ന് ചോദിക്കുമ്പോൾ ശരിയിട്ടെന്നാൽ ഞാൻ പിന്നെ വിളിക്കാം, അല്ലെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ടൊക്കെ എപ്പോഴും വെക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പുതിയൊരു ടോപ്പിക്ക് തുടങ്ങാനുള്ള താല്പര്യം അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ശരിക്കും നിങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ടോ, സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അപ്പം നമ്മുടെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ഫീലിങ്സ് ഒക്കെ അവർ തുറന്ന് കാണിക്കുന്നുണ്ടോ. മീൻസ് അവർക്ക് ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ ശരിക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീലിങ്സ് അവർ തുറന്ന് പ്രകടിപ്പിക്കും. എല്ലാ ആളുകളും ഇങ്ങനെ ആയിരിക്കും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒട്ടുമിക്ക ആളുകളും പ്രകടിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയും അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹമെങ്കിലും അവർ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. ചില ആളുകൾക്ക് പറയാൻ കഴിയില്ല, പറയാൻ അറിയില്ല. പുരുഷന്മാർക്ക് അവരുടെ പ്രകൃതം അങ്ങനെയാണ്. അതായത് അവർക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളുകളാണ് പൊതുവേ പുരുഷന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാക്കുകളിലൂടെ അത് കാണിക്കണം എന്നില്ല, പക്ഷെ പ്രവൃത്തിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കെയർ ചെയ്യും,
നമുക്ക് വേണ്ടത് നമുക്ക് വാങ്ങിത്തരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കെയറിങ് അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് അവർ നിങ്ങളോട് പെരുമാറുന്നത്, അവരുടെ ഫീലിങ്സ് അവർ ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും ആ ഒരു സ്നേഹം അവർ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അങ്ങനെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ മാക്സിമം എൻകറേജ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അങ്ങനെയോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കഴിവുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം എടുക്കുക, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ല കഴിവുണ്ട്, നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. നീ അത് ചെയ്യുക, ഇത് ചെയ്യുക, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ അറ്റൻഡ് ചെയ്യും, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നമുക്ക് എന്താണോ കഴിവുള്ളത്, നമുക്ക് എന്ത് നേട്ടമാണോ അതിൽ കിട്ടുക എന്നുള്ളത് അവർ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മളെ അതിനെ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നേട്ടങ്ങൾക്ക് കൂടെ നിൽക്കുകയും അതിനുവേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യും, എൻകറേജ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഇഷ്ടമുള്ള ആളാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഒരു ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളെ തൊടാനോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാനൊന്നും അവർ ഒരു കാരണവശാലും ശ്രമിക്കില്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതെന്നല്ല. ഇപ്പോൾ ഒരു യഥാർത്ഥമായിട്ടുള്ള പ്രണയത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ അടുത്തിരിക്കുക, അപ്പോൾ നമ്മളെ ടച്ച് ചെയ്യുക, കൈ പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതല്ലാതെ നിങ്ങളുടെ അനുവാദം അല്ലാതെ മോശമായ രീതിയിൽ നിങ്ങളെ തൊടാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മോശമായ രീതിയിലുള്ള ചിന്തയുള്ളത് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയല്ല, ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്, അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല. അപ്പം നമുക്ക് ലേഡീസിന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ മോശമായിട്ടുള്ള ടച്ചിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ടച്ച് എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നിങ്ങളുടെ അനുവാദം ഇല്ലാത്ത ഒരിക്കലും നിങ്ങളെ തൊടാൻ പോലും അവർ മനസ്സ് കാണിക്കില്ല. തൊടുന്ന പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുന്നതോ അല്ലെങ്കിൽ കൈകോർത്ത് പിടിക്കുന്ന ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഈ പറഞ്ഞതിലെല്ലാം പോസിറ്റീവായ രീതിയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം അവർ വളരെ നല്ല ഒരു പേഴ്സൺ ആണ്, അതായത് നിങ്ങളോട് ആത്മാർത്ഥതയുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെയും വേദനിപ്പിക്കാതിരിക്കുക, അവരുടെ സന്തോഷത്തിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ആ ആളെ എന്നും കൂടെ കൂട്ടാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.